സന്തോഷത്തോടെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നമ്മുടെ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം പകലിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ നല്ല പകൽക്കാലം കരുണാസമ്പന്നനായ സർവശക്തനായ ദൈവം ഭൂതലത്തിൽ നമ്മെ ആക്കി വച്ചെങ്കിൽ ആ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നാം തിരിച്ചറിയണം. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൂതന്മാർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവം അവരെ സ്വർഗത്തുനിന്ന് വെട്ടി ഭൂമിയിലേക്കിട്ടു. സ്തോത്രം. ഭൂമി പാഴും ശൂന്യമായി കിടന്നു. സ്വർഗത്തിൽ ആരാധന നിന്നു. സർവശക്തനായ ദൈവം നിരാശനായി താനിങ്ങനെ ഹൃദയത്തിൽ ഒരു ചിന്തിച്ചു. സകലതും നൽകി സകലത്തിനും സർവത്തിനും മേലായി എനിക്ക് തുല്യമായി എന്നെ ആരാധിക്കേണ്ടതിന് ഞാൻ ദൂതന്മാരെ സൃഷ്ടിച്ചു. എന്നാൽ അവരോ ദൈവകോപത്തിനിരയായി തീർന്നു. അവരെ ഞാൻ സ്വർഗത്തുനിന്ന് വെട്ടി ഭൂമിയിലേക്ക് തള്ളി. സ്വർഗത്തിലെ ആരാധന ഇല്ലാതെ വന്നപ്പോൾ നിരാശനായ ദൈവം ഇനി ദൂതന്മാരെ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പകരം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് എന്നെ ആരാധിപ്പാൻ ഞാൻ അവനെ ഏൽപ്പിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനം അതാർക്കും മാറ്റുവാൻ കഴിയാത്തതായതുകൊണ്ട് സാത്താൻ്റെ രക്തക്കറ പുരണ്ട ഭൂമിയെ ദൈവം ശുദ്ധീകരിച്ച് ആ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് മനുഷ്യനെ ദൈവം ഉരുവാക്കി. ആ മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. സൗന്ദര്യം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, സന്തോഷം കൊടുത്തു, ആയുസ് ദീർഘമാക്കി കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, മോനെ, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ ആക്കി വച്ചിരിക്കുന്നത് ഈ ഭൂമിയെ കാക്കുവാനും ഇവിടെ ഉള്ളതിനെ സംരക്ഷിക്കുവാനും എന്നെ സ്നേഹിക്കുവാനുമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് നീ അകന്നു പോകാതെ ഇരിക്കേണ്ടതിനും എന്നോട് കൂടെ വസിക്കേണ്ടതിനും ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. സ്തോത്രം. ആദം പറഞ്ഞു, അവിടുന്ന് അരുളി ചെയ്താലും ഞാൻ അനുസരിക്കാം. സ്തോത്രം. ദൈവം പറഞ്ഞത് ആദമിനോടാണ്. ദൈവം പറഞ്ഞത് ആദാം കേട്ടു. സ്തോത്രം. ദൈവം വീണ്ടും ആദമിനോട് പറഞ്ഞു, ഈ കാണുന്ന മൃഗങ്ങളും വൃക്ഷലതാദികളുമെല്ലാം നീ പറയുന്നതനുസരിച്ച് നിന്നോട് കൂടെ നിൽക്കും. സ്തോത്രം. ആദമിന് ഭയങ്കര സന്തോഷമായി. ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. ദൈവത്തിന് അവനെ വലിയ ഇഷ്ടമായി. ആ മനുഷ്യൻ ആ ദൈവം സൃഷ്ടിച്ചാക്കിയ തോട്ടത്തിനകത്ത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് സന്തോഷത്തോടെ മയിലിനോടും കുയിലിനോടും പുള്ളിപ്പുലിയോടും സിംഹത്തോടും കരടിനോടൊക്കെ ചേർന്ന് സന്തോഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം സന്ധ്യയുടെ യാമത്തിൽ അവൻ നോക്കി, എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും തുണയുണ്ട്, ഇണയുണ്ട്. പക്ഷെ താനോ തനിച്ചായിരിക്കുന്നു. തൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത നിരാശ തോന്നിയപ്പോൾ
സർവശക്തന് മനസ്സിലായി, ഇവൻ തനിച്ചായതുകൊണ്ടാണ് ഇവൻ്റെ ഈ നിരാശപ്പെട്ടവൻ മാറിയിരിക്കുന്നത്. അവനൊരു കുറവും വരുത്താതെ സർവശക്തനായ ദൈവം ഒരു തക്ക തുണയെ, സ്തോത്രം, തക്കം നോക്കിയല്ല, തക്ക തുണയെ അവൻ്റെ വാരിയലെടുത്ത് സ്ത്രീയെ ഉരുവാക്കി അവൻ്റെ മുമ്പിൽ നിർത്തി. അവൻ ആ സ്ത്രീക്ക് ഹൗവ എന്ന് പേരിട്ടു. സ്തോത്രം. രണ്ട് പേരും ആ തോട്ടത്തിനകത്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സർവശക്തനായ ദൈവം പറഞ്ഞു, മോനെ, നിന്റെ നിരാശയെല്ലാം മാറിയല്ലോ, ഇനി തനിച്ചാണെന്നുള്ള ഒരു ചിന്ത നിനക്ക് വേണ്ട. ഇപ്പം നിനക്കൊരു തക്ക തുണയെ ഞാൻ ഒരുക്കി തന്നു. എന്നിട്ട് പറഞ്ഞ്, പെറ്റു പെരുകി സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു വരുവിൻ. നിന്റെ ഹൃദയത്തിൽ എന്താഗ്രഹമുണ്ടോ അതെല്ലാം സാധിക്കേണ്ടതിന് സകലതും ഞാൻ നിനക്കിവിടെ ഉരുവാക്കി തന്നിട്ടുണ്ട്. ഒരു കുറവുമില്ലാതെ നിന്നെയും ഞാൻ ആക്കി വെച്ചു. സ്വത്രം. എന്നാൽ ഞാൻ പറയുന്നത് നീ ശ്രദ്ധ വെച്ച് കേട്ടു വേണം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ. ഇവിടെയുള്ളതെല്ലാം നിൻ്റെ അധീനതയിലുള്ളതാണ്. പക്ഷേ ആ തോട്ടത്തിന് നടുക്ക് ഞാനൊരു വൃക്ഷം നട്ടിട്ടുണ്ട്. സ്വത്രം. അത് സ്വത്രം, അതിലെ ഫലം കാണാൻ നല്ലതാ, തിന്നാനും കൊള്ളാം, പക്ഷെ നീ അത് തിന്നരുത്. സ്വത്രം. അപ്പം തിന്നാൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുക അത് തിന്നരുത്. സ്വത്രം. ദൈവമല്ലേ പറഞ്ഞത്? ആദം തീരുമാനിച്ചു, എനിക്കെല്ലാം തന്ന ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന നന്ദി അനുസരണമാണ്. അപ്പം ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കാം എന്ന് ആര് തീരുമാനിച്ചു? ആദാം തീരുമാനിച്ചു. പക്ഷെ അത് കേട്ട ഹൗവയുടെ അകത്ത് ഒരു ചിന്ത വീണു. ഇത്രയും ഉരുവാക്കിയിട്ട് അതുമാത്രം തിന്നരുതെന്ന് ഈ ദൈവം പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്വത്രം. ദൈവം ഒരു കാര്യം നമ്മോട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ദൈവം കരുതും. സംശയ വിചാരത്തോടെ അതിനെ നോക്കിക്കാണുന്നവനെ ദൈവം ഉമിഴ്ന്നു കളയും വായിൽ നിന്ന്. സ്വത്രം. തൻ്റെ ജീവിതത്തിൽ നിന്ന് അകത്തിവിടും. സ്വത്രം. ഹൗവയുടെ മനസ്സ് മുഴുവനും എങ്ങോട്ടായെന്നറിയാമോ? ആദമിലേക്കല്ല, തനിക്ക് കാണാൻ, തനിക്ക് ആരാധിക്കാൻ, തന്നെ സ്നേഹിക്കാൻ, തന്നോട് കൂടെ നടക്കാൻ വന്ന ദൈവത്തിങ്കിലേക്കല്ല, പിന്നെയോ ആ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിലേക്കായിരുന്നു നോട്ടം. സ്വത്രം. പണ്ട് ലോത്തിൻ്റെ ഭാര്യയും ഇതുപോലെ ഒന്ന് നോക്കി. സ്വത്രം. സൊദോം ഗൊമോറ പട്ടണത്തിൽ ജനം പാപത്താൽ നിറയപ്പെട്ട് ദൈവകോപത്തിനിരയായി തീർന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ ദൈവം കണ്ടിട്ട് അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ കൂടെയുള്ളവരെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ ഈ സൊദോം ഗൊമോറ പട്ടണത്തിലെ പാപം പെരുകരിക്കുന്നുണ്ട്, ആ പട്ടണം നശിപ്പിക്കാൻ പോകുക, അതുകൊണ്ട് നീയും നിൻ്റെ സഹോദരങ്ങളെയും കൊണ്ട് ഈ പട്ടണം വിട്ടു പോകണം. സ്വത്രം. എനിക്ക് നിന്നോട് ദയയുണ്ട്, എനിക്ക് നിന്നോട് കരുണയുണ്ട്, കാരണം ഞാൻ പറഞ്ഞത് അനുസരിച്ച് അത് പ്രകാരം നീ വിട്ട് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കണം. സ്വത്രം. അപ്പം അത് കേട്ട അബ്രഹാം സ്വത്രം ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചിട്ട് സ്വത്രം ലോത്തിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടറിയിച്ചു. സ്വത്രം. മോനെ, സർവശക്തനായ ദൈവം ഈ പട്ടണം നശിപ്പിക്കാൻ പോവുക, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. സ്വത്രം. എവിടെ കേൾക്കാൻ? സ്വത്രം. എങ്കിലും മരണമെന്ന് പറയുന്ന ഒരു വിപത്ത് തങ്ങൾക്ക് നേരിടുമെന്ന് മനസ്സിലായപ്പോൾ സ്വത്രം ലോത്ത് ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, ഞാൻ ഒത്തിരി പ്രായമൊക്കെ ആയി, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റത്തില്ല, ഞാൻ ആ കാണുന്ന മലയിലോട്ട് പൊക്കോട്ടെ, അവിടെ നീ എന്നെ രക്ഷിക്കുമോ? ഓക്കെ, രക്ഷിക്കാം. സ്വത്രം. അബ്രഹാമിൻ്റെ അകത്തൊരു ഭയങ്കര ഭീതി വീണു. തൻ്റെ കൂടപ്പിറപ്പും കുടുംബവും നഷ്ടപ്പെട്ടു പോകരുത് ദൈവമേ എന്നോർത്തിട്ട് അബ്രഹാം ദൈവത്തോട് പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്താണ്,
ദൈവം അവർക്കൊരു ചാൻസ് കൊടുത്തത്. സ്തോത്രം. ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് മുൻപിൽ വരാൻ പോകുന്ന വിപത്തിനെ കണ്ടിട്ട് ദൈവം അരുളി ചെയ്യും, മക്കളെ ഇന്നതുപോലെ വരാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിടം വിട്ട് പോകുക. മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കരുത്, മക്കളെ നിങ്ങളത് എടുക്കരുത്, നിങ്ങളങ്ങനെ പറയരുത് എന്ന് ദൈവം നമ്മോട് മുൻകൂട്ടി അറിയിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്. ആ സ്നേഹത്തെ അനുഭവിച്ച നാം ഒരിക്കലും ദൈവം പറയുന്നത് കേൾക്കാതെ മറുതലിച്ച് പോകരുത്. സ്തോത്രം. അങ്ങനെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലം വന്നു വീഴുവാനിടയായിത്തീരും. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, അബ്രഹാം ദൈവത്തോട് പറഞ്ഞ വാക്കുമൂലം ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിപ്പാൻ തീരുമാനിച്ചു. സ്തോത്രം. ലോത്തും ഭാര്യയും തൻ്റെ മക്കളും തങ്ങൾ പാർത്തിരുന്ന ഭവനം വിട്ട്, പട്ടണം വിട്ട് അടുത്ത സ്ഥലത്തിലേക്ക് ഓടിപ്പോകാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ലോത്തിനോട് പറഞ്ഞു, മോനെ തിരിഞ്ഞു നോക്കല്ലേ, ഓടിക്കോണം. സ്വത്രം. ദൈവം പറഞ്ഞു, മോനെ തിരിഞ്ഞു നോക്കരുത്, ഈ പട്ടണം വിട്ട് ഓടിക്കോ, അല്പനിമിഷം കഴിയുമ്പോൾ ഈ പട്ടണം നശിപ്പിക്കും. ലോത്ത് അമ്മാമ്മയോട് പറഞ്ഞു, എടി കുഞ്ഞെ ഇതൊന്നും തിരിഞ്ഞു നോക്കരുത്, ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്, ഓടിക്കോ എന്ന് പറഞ്ഞു. സ്വത്രം. കുറേ മുമ്പോട്ട് ഓടി. സ്വത്രം. പെട്ടെന്ന് ലോത്തിൻ്റെ കൈ വെട്ടിച്ചിട്ട്, സ്വത്രം, അമ്മാമ്മ പറഞ്ഞു, നില്ല് മനുഷ്യ, ഇനി ഒരിക്കൽ പോലും നമുക്കിതൊന്ന് കാണാനോ ഇത് അനുഭവിക്കാനോ ഭാഗ്യം കിട്ടണം, അതുകൊണ്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്വത്രം. ലോത്ത് കൈ അങ്ങ് വിട്ടു, അമ്മാമ്മ തിരിഞ്ഞു നോക്കി. സ്വത്രം. പിന്നീട് അമ്മാമ്മയ്ക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നില്ല. ഇതുപോലെ ആദമിൻ്റെ ഭാര്യയായ ഹൗവ ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറ്റി തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിലേക്ക് നോക്കി. സ്തോത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവകൃപ തങ്ങൾക്ക് നഷ്ടമായി. ദൈവത്തിൻ്റെ സാന്നിധ്യം തങ്ങളെ വിട്ടുപോയി. ദൈവത്തിൻ്റെ മഹത്വം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സ്തോത്രം. അവർ ദൈവകോപത്തിനിരയായി അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം യാത്ര ചെയ്താൽ എന്തെല്ലാം പ്രതികൂലം നിനക്കെതിരെ വന്നാലും, നിന്റെ കൂട്ടാളിക്കെതിരെ വന്നാലും, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വന്നാലും അതിനകത്ത് അകപ്പെട്ട് തകർന്നു പോകുവാൻ നീ സേവിക്കുന്ന ദൈവം, നിന്നെ തെരഞ്ഞെടുത്ത ദൈവം, നിന്നെ ആക്കി വെച്ച ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം. ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് മാറി മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച് പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ ദൈവകോപം അവരുടെ മേൽ വന്നു. എന്തു കുറവുണ്ടായിരുന്നു ആദമനും ഹവ്വയ്ക്കും? സ്തോത്രം. എവിടെയെങ്കിലും അവർക്ക് കഷ്ടമനുഭവിക്കേണ്ടി വന്നോ? ഇല്ല. സകലതും സർവവും നിറച്ചു കൊടുത്തു. പോരാ, അവർക്ക് വേണ്ടുന്ന സൗന്ദര്യം, സ്വത്രം, ദൈവത്തിന് തുല്യമായി അല്പം മാത്രം തേജസ്സിൽ താഴ്ത്തി അവരെ ഭൂതലത്തിൽ ആക്കി വെച്ചിട്ട് സകലതും കൊടുത്ത ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ അവർ ദൈവത്തിൽ നിന്ന് മാറി ലോകത്തിലേക്ക് നോക്കിയത് കൊണ്ട്, ലോകത്തിൻ്റെ മോഹങ്ങൾ പരവശരായി മാറിയത് കൊണ്ട് ദൈവകൃപയിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോയി. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ, നമുക്ക് ജനിക്കുന്ന മക്കൾ പലപ്പോഴും നാം പറയുന്നത് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ച് അവർ നമ്മിൽ നിന്ന് അകന്നു പോയാൽ, സ്നേഹമുള്ള അപ്പനും അമ്മയും രക്തബന്ധമുള്ള അപ്പനും അമ്മയും ആ കുഞ്ഞിനെ തള്ളിക്കളയുമോ? ഇല്ല. എന്തുകൊണ്ടാണ് തള്ളിക്കളയാത്തത്? നിൻ്റെ രക്തത്തിൻ്റെ ഒരംശമാ ആ മോൻ, ആ മോള്. അങ്ങനെയാണെങ്കിൽ ആ മടങ്ങ് അവൻ തള്ളിക്കളഞ്ഞിട്ട് പോയെങ്കിലും അവനെ ഓർത്ത് പ്രിയ മാതാവും പിതാവും കരയാറ് പതിവുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് മടങ്ങി വരുന്നതും
താൻ നോക്കിയിരിക്കും. സ്തോത്രം. അവന് കുറ്റബോധം വന്നിട്ട്, അവന് പാപബോധം വന്നിട്ട് എൻ്റെ കുഞ്ഞൊന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സ്തോത്രം. ആ 2 മക്കളിൽ ഒരു മകൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പ, ഇത്രയും കാലം ഞാൻ അപ്പനെ സേവിച്ചു, അപ്പനെ സ്നേഹിച്ചു, അപ്പനോട് കൂടെ നിന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് ഒരാഗ്രഹം, എനിക്കുള്ള സമ്പത്തും വാങ്ങി പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് അധികം നേടണം. നിന്നോട് കൂടെ നിന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് നേടാൻ കഴിയത്തില്ല. അതുകൊണ്ട് എൻ്റെ വീതം എനിക്ക് തരണം. സ്തോത്രം. നല്ല അപ്പൻ ഒരു തടസ്സവും പറഞ്ഞില്ല. സ്തോത്രം. തനിക്ക് അർഹതപ്പെട്ടത് വീതിച്ച് അപ്പൻ മകന് കൊടുത്തു. സ്തോത്രം. അത് വാങ്ങി സന്തോഷത്തോടെ അപ്പനോട് ബൈ പറഞ്ഞ് മോൻ പട്ടണത്തിലേക്ക് പോയി. തൻ്റെ കരത്തിൽ ധാരാളം നന്മയുണ്ടായിരുന്നത് കൊണ്ട് സ്വത്രം എന്തൊക്കെ താൻ വാങ്ങിക്കൂട്ടാവോ അതെല്ലാം വാങ്ങിക്കൂട്ടി. സ്വത്രം. ആ സുഖസൗകര്യങ്ങളിൽ താനിങ്ങനെ സന്തോഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം തനിക്കൊരു പ്രതികൂലം കടന്നു വന്നു. സ്തോത്രം. അതിനെ അതിജീവിക്കേണ്ടതിന് താൻ വീണ്ടും 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 ശ്രമിച്ചു. അങ്ങനെ തൻ്റെ കരത്തിലുണ്ടായിരുന്ന സകല നന്മയും പാഴായി. ഒടുവിൽ ഒരു നല്ല ആഹാരം വാങ്ങിച്ച് കഴിപ്പാനില്ലാതെ, ഒരു നല്ല വസ്ത്രം ഉടുക്കുവാൻ കഴിയാതെ, ഒരു നല്ല കിടക്കാടമില്ലാതെ തൻ്റെ കരത്തിലുള്ള നഷ്ടമായപ്പോൾ വിശപ്പടക്കുവാൻ വേണ്ടി പലയിടങ്ങളിൽ ചെന്ന് കൈ നീട്ടി. ആരും അവന് കൊടുത്തില്ല. അവരൊക്കെ പറഞ്ഞു ഒരു കാര്യം ഇങ്ങനെയായിരിക്കും, എടാ നിനക്ക് നല്ല ആരോഗ്യമില്ലേ, നിനക്ക് നല്ല ആരോഗ്യമില്ലേ, നിനക്ക് നല്ല ബലമില്ലേ, പോയി ജോലി ചെയ്ത് ജീവിച്ചൂടായോ? സ്തോത്രം. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അവൻ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. സ്തോത്രം. ആ ജോലിക്ക് ചെന്നടുത്ത് താൻ ജോലി ചെയ്തെങ്കിലും തനിക്ക് ആഹാരം താൻ ആഗ്രഹിച്ചതുപോലെ കിട്ടാതെ വന്നപ്പോൾ അവൻ തീരുമാനിച്ചു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ ജോലിക്കാർ തിന്നതിന് ശേഷം കൊണ്ട് കളയുകയാണ്, ഞാനോ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. സ്വത്രം. നോക്ക്, അവൻ്റെ തീരുമാനം അവനൊന്ന് പുതുക്കി. സ്വത്രം. അവൻ്റെ അപ്പനെയും അവൻ്റെ വീട്ടുകാരെയും ഒക്കെ അവൻ ഓർത്ത്. പക്ഷേ അവനുള്ള ഈഗോ അവനെ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ മനസ്സനുവദിച്ചില്ല. സ്വത്രം. നമ്മളും ഇങ്ങനെ അല്ലേ? സ്വത്രം. പലപ്പോഴും എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും എങ്ങനെയൊക്കെ കടന്ന് നരകിച്ചാലും കർത്താവിൽ ആശ്രയിക്കുന്ന കാര്യം പറഞ്ഞാൽ ഉടനെ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. സ്വത്രം. കർത്താവിനെ മുറുകെ പിടിച്ചാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ പറയും പറ്റത്തില്ല എന്ന് പറയും. സ്വത്രം. ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ കർത്താവിനെ സേവിക്കാൻ വരാമെന്ന്. സ്വത്രം. ഇതുപോലെ പല കാരണങ്ങൾ പറഞ്ഞും ദൈവസ്നേഹത്തിൽ നിന്ന് വഴുതിപ്പോകും. അവനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പൻ എന്നെ സ്നേഹിക്കത്തില്ല, അപ്പൻ ഇനി എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല, അപ്പൻ എന്നെ ചേർത്ത് പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഉപജീവന മാർഗത്തിന് കരുതാമെന്ന് പറഞ്ഞ് സ്വത്രം അവൻ എവിടെ ചെന്ന് പന്നികളെ മേയ്ക്കുന്ന പന്നിക്കൂട്ടിലേക്ക് ചെന്ന് കയറി. എന്നിട്ട് അവിടുത്തെ യജമാനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പന്നിയെ തീറ്റാം, എനിക്ക് കഴിപ്പാൻ വല്ലതും തന്നാൽ മതി. പക്ഷേ പന്നിയെ തീറ്റിയതല്ലാതെ അതിൻ്റെ യജമാനൻ അവന് കഴിക്കാൻ കൊടുത്തില്ല. പട്ടിണി മൂത്ത് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ സ്വത്രം ആ സഹോദരൻ പന്നിക്ക് കൊടുക്കുന്ന വാളവരെ വാരി തിന്നാൻ തുടങ്ങി. സ്വത്രം. നോക്ക്, എത്ര നല്ല ആഹാരം കഴിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാടി നടന്നവൻ ഒടുവിൽ നല്ല ആഹാരം കിട്ടാതെ പന്നിക്ക് കൊടുക്കുന്ന വാളവിര വലിച്ചു വാരി തിന്നാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ വായ്ക്കകത്തിരിക്കുന്ന വാളവിര കണ്ടുകൊണ്ട് യജമാനൻ കടന്നു വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ചാട്ടവരെടുത്ത് മുതുകത്തടിച്ചിട്ട് അവനെ അവിടെ നിന്ന് പുറത്താക്കി. കുഞ്ഞെ, എത്ര നാളുകൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞതാ, ശ്രദ്ധിക്കുന്നത് യാഗത്തേക്കാൾ അനുസരിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതെന്ന്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ആര് യാത്ര ചെയ്തിട്ടുണ്ടോ അവരാരും ഭൂമിയിൽ പട്ടുപോയിട്ടില്ല, അവർ പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല, അവർക്കൊരു നല്ല വസ്ത്രം ലഭിക്കാതെ ഇരുന്നിട്ടില്ല, നല്ലൊരു ഭവനം ലഭിക്കാതെ ഇരുന്നിട്ടില്ല, നല്ലൊരു വാഹനം ലഭിക്കാതെ ഇരുന്നിട്ടില്ല, അവരുടെ സന്തതി അനുഗ്രഹിക്കപ്പെടാതെ ഇരുന്നിട്ടുമില്ല.
ഒരു കാലത്ത് നീ കഷ്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, ഒരു കാലത്ത് നീ വേദനയുടെ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ആ കാലം മാറ്റി ശ്രേഷ്ഠകരമായ സന്തോഷം തരുവാൻ എൻ്റെ കർത്താവ് നിന്നെ വിളിക്കുമ്പോൾ അത് കേട്ടനുസരിച്ച് അത് പ്രകാരം കർത്താവിടെ കൂടെ നിന്നാലുണ്ടല്ലോ, നിന്നെപ്പോലെ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല. നിൻ്റെ തലമുറയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു തലമുറ ഉണ്ടായിരിക്കത്തില്ല. നിൻ്റെ കൂട്ടാളിയെ പോലെ അംഗീകരിക്കപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല. എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് ശപിക്കപ്പെട്ടവനാക്കി മാറ്റാനല്ല, എല്ലാവരുടെയും നിന്ന പാത്രമാക്കി തീർക്കാനല്ല, പിന്നെയോ സകലർക്കും മേലെ സകലത്തിനു മീതെ ഉന്നതനാക്കി ഉയർത്താനാണ് നിന്നെ വിളിച്ചത്. കഷ്ടതയുടെയും പട്ടിണിയുടെയും ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെയും നെടുവീർപ്പിൻ്റെ നടുവിൽ കിടന്ന നിന്നെ വിളിച്ച കർത്താവിൻ്റെ വിളി കേട്ട് അനുസരിച്ച് അത് പ്രകാരം ജീവിക്കാൻ നീ തയ്യാറായാലുണ്ടല്ലോ, നീ ഒരു കാലത്തും ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ എൻ്റെ സ്വർഗത്തിൽ അനുവദിക്കത്തില്ല കുഞ്ഞേ. ലോകത്തിലെ ഏത് മനുഷ്യൻ്റെ പുറകെ പോയാലും നീ തോറ്റുപോകും. നീ ആഗ്രഹിക്കുന്ന അളവിൽ നിനക്ക് ഉയർച്ച പ്രാപിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് നീ യാത്ര ചെയ്താലുണ്ടല്ലോ, നീ മാത്രമല്ല, നിൻ്റെ തലമുറ മാത്രമല്ല, അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ഈ നല്ല പകല് നിങ്ങളോട് പറയട്ടെ, അമ്മാമ്മയുടെ ചിന്ത മുഴുവനും സ്തോത്രം തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ചായിരുന്നു. സ്തോത്രം. ഈ ചിന്ത, ആ സ്തോത്രം ആർക്ക് മനസ്സിലായെന്നറിയാമോ? ആ ഭൂമിയിൽ വാഴുന്ന സാത്താന് മനസ്സിലായി. അവൻ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഇവൻ സ്വർഗത്തിൽ ആരാധന വെളിപ്പെടുത്തും. സ്തോത്രം. ഇവൻ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കും. ഞാൻ ആരാധിച്ചിരുന്ന ആരാധന ഇവനെ കൊണ്ട് ആരാധിക്കാൻ സമ്മതിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് സ്തോത്രം ആ ഏദൻ തോട്ടത്തിൻ്റെ ഇങ്ങനെ അവൻ നടന്ന് കറങ്ങി ഒന്ന് നോക്കി. സ്തോത്രം. അവൻ കണ്ടു ഒരു നല്ല വേലി കെട്ടി വെച്ചിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. അവനൊന്ന് നടന്നു നോക്കി. സ്തോത്രം. ഒരു രക്ഷയുമില്ല, ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്കിതിനകത്ത് കയറാൻ പറ്റത്തില്ല. സ്തോത്രം. അവൻ വല്ലാത്ത നിരാശ തോന്നി. ദൈവ പൈതലേ, നിന്നെ കാണുമ്പോൾ പിശാചിന് നിരാശയാ, പിന്നെ ഒരു ആവശ്യമുണ്ട്, ഒരു വാശിയുണ്ട്. സ്തോത്രം. അവൻ്റെ നിരാശ അവനെ വാശിയാക്കി തീർക്കും. എങ്ങനെയും നിൻ്റെ നന്മയെ തല്ലിക്കെടുത്താം, എങ്ങനെയും നിൻ്റെ തലമുറയുടെ ഭാവിയെ ഇല്ലാതെയാക്കാം, എങ്ങനെയും നിന്നെ ഒരു രോഗിയാക്കാം, എങ്ങനെയും നിന്നെ സാമ്പത്തിക ബാധ്യത കൊണ്ടിട്ട് നിന്നെ തകർക്കാം. അവൻ തന്ത്രങ്ങൾ മെനയും, അവൻ പദ്ധതികൾ ഒരുക്കും. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആദമനെ ഹവ്വയും തകർത്ത് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി അവനൊരുക്കിയ പദ്ധതി ഒരു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കുറേ ദിവസങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഒരു ദിവസം അവൻ കണ്ടു അമ്മാമ്മ വൃക്ഷത്തിൻ്റെ ഫലത്തിലേക്ക് നോക്കുന്നത്. സ്വത്രം. ദൂരെ നിന്നൊന്ന് ശൂശു എന്നൊന്ന് വിളിച്ചപ്പോൾ അന്ന് വരെയും കേട്ടിട്ടില്ലാത്ത ശൂശു കേട്ടപ്പം അമ്മാമ്മ അങ്ങോട്ട് ശ്രദ്ധിച്ചു. ഇന്നലെ വരെ ആദം പറയുന്നതേ അമ്മാമ്മ കേട്ടിരുന്നുള്ളൂ, ഈ ശൂശു കേട്ടിരുന്നില്ല. അപ്പം ആദമിൽ നിന്ന് ശ്രദ്ധ മാറ്റി, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം മാറ്റി, ആ വൃക്ഷത്തിൻ്റെ പഴത്തിലേക്ക് നോക്കിയോ, ആ സമയത്ത് ശൂശു എന്നുള്ള വിളിയും കേട്ടു. സ്വത്തരം. പെട്ടെന്ന് ഹവ്വ തിരിഞ്ഞു നോക്കി. ആഹാ, നല്ല സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വേലിയുടെ വെളിയിൽ നിൽക്കുന്നു. സ്വത്രം. അമ്മാമ്മ ആദമിനെ കുറിച്ചൊന്ന് ഓർത്തു. എടാ, അതിനേക്കാളും നല്ല ഒരുത്തൻ വേറെ ഉണ്ടോ? അമ്മാമ്മയുടെ അകത്ത് ചിന്തകൾ വല്ലാതെ അലട്ടുവാൻ തുടങ്ങി. ആ പുറത്ത് നിൽക്കുന്നവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വത്രം. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കൊള്ളാമല്ലോ, ഇവിടെ പുതിയ താമസക്കാരാണോ? സ്വത്രം. സ്വത്രം. ഞാൻ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ഇതിലെ കൂടെയൊക്കെ പലപ്പോഴും പോയിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പുതിയ താമസക്കാരാണോ? നിങ്ങൾ എവിടെയുള്ളവരാണ്? നിങ്ങളുടെ കുടുംബം എവിടെ? വേറെ ആരും ഇല്ലയോ? സ്വത്രം. അമ്മാമ്മയ്ക്ക് നല്ല ഫ്രണ്ടിനെ കിട്ടിയതല്ലേ? അമ്മാമ്മ പറഞ്ഞു, ഉണ്ട് കേട്ടോ, എനിക്ക് മക്കളൊന്നുമില്ല, പക്ഷെ അച്ഛനുണ്ട്. അച്ഛനെ ആ മയിലിൻ്റെയും കുയിലിൻ്റെയും പുറകെ പോയേക്കുക. സ്വത്രം. കർത്താവ് എന്തോ പറഞ്ഞത്? അവയെ പിടിച്ച് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും സ്വത്രം ദാരിദ്ര്യത്തിലും എന്ത് ചെയ്യണം? കൂടെ ചേർത്ത് പിടിച്ചോണം. സ്വത്രം. ചേർത്ത് പിടിക്കേണ്ടുന്ന നിൻ്റെ ഭാര്യയെ നീ മാറ്റി നിർത്തിയാൽ, ഇല്ലെങ്കിൽ കാണാതെ പോയാൽ, കൂടെ നിർത്താതെ പോയാൽ അവൾ തെറ്റും.
ഇത് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. സ്വത്രം. പിശാചിൻ്റെ ഒരു പദ്ധതി നോക്കണേ. സകല ആണുങ്ങളുടെയും റേഷൻ കാർഡ് എടുത്ത് പെണ്ണുങ്ങൾക്ക് കൊടുത്തു. സ്വത്രം. പിശാചിൻ്റെ പരിപാടിയാ. സകല പേപ്പറുകളും ഇപ്പം ആണുങ്ങളുടെ പേരല്ല, പെണ്ണുങ്ങളുടെ പേരില്ല. സ്വത്രം. അമ്മാമ്മമാർക്ക് കൊമ്പൊക്കൊന്ന് പൊങ്ങി, തലയൊക്കെ ഒന്ന് പൊങ്ങി. സ്വത്രം. എന്നിട്ട് പുരുഷന്മാരെ എന്തു ചെയ്ത് എല്ലാത്തിനും പിടിച്ച് കള്ളുകടയുടെ ഫ്രണ്ടിൽ കൊണ്ടാക്കി. സ്വത്രം. പിശാച് ജയിച്ചോ? സ്വത്രം. ആണിനെ പെണ്ണാക്കി, പെണ്ണിനെ ആണാക്കി. സ്വത്രം. ഇതല്ലേ പിശാചിൻ്റെ പരിപാടി. സ്വത്രം. അച്ചായന്മാരെല്ലാം നേരം പരപര വെളുക്കുമ്പോൾ ജോലിക്കും പോകത്തില്ല, കൂലിക്കും പോകത്തില്ല, വേലയ്ക്കും പോകത്തില്ല. ആരെങ്കിലും കബളിപ്പിച്ചോ വെട്ടിച്ചോ തട്ടിച്ചോ എന്തെങ്കിലും അത്യാവശ്യം പിന്നെ ആക്രി പറയ്ക്കുകയോ ഒക്കെ കാശുണ്ടാക്കിയിട്ട് നേരെ എങ്ങോട്ട് പോകും? ഇനി കാശില്ലെങ്കിൽ ജോലിക്ക് പോയ അമ്മമ്മയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കും. പിടിച്ചിട്ട് ആ പൈസ പിടിച്ച് പറിച്ച് എവിടെ കൊണ്ട് കൊടുക്കും? കള്ളുകടയിൽ കൊണ്ട് കൊടുക്കും. ആ കള്ളും കുടിച്ചിട്ട് 4-ാം കാലിലാ അച്ചായൻ കയറി വരുന്നത്. സ്വത്രം. അമ്മാമ്മ അന്നേരം പറയുന്നൊരു വാക്കുണ്ട്, കാലം വരുന്നെന്ന്. സ്വത്രം. എന്തുകൊണ്ടാണ് കാലൻ എന്ന് നിൻ്റെ കൂട്ടാളിയെ സഹോദരി നീ വിളിക്കേണ്ടി വരുന്നത്? സ്വത്രം. പിശാച് നിന്നെ കയ്യിലെടുത്തത് കൊണ്ടാണ്. സ്വത്രം. ഈ നല്ല പകലിൽ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് കൂട്ടാളിയെ തന്നെങ്കിൽ ആ കൂട്ടാളിയെ വിട്ടച്ച് ലോകം പറയുന്ന ആ വ്യക്തിത്വത്തിൻ്റെ പുറകെ ഇല്ലെങ്കിൽ ലോകം പറയുന്ന വാക്കിൻ്റെ പുറകെ നീ പോയാൽ നിൻ്റെ കുടുംബം കോഞ്ഞാട്ടയായി പോകും. നിൻ്റെ കുഞ്ഞുങ്ങൾ ഗതി പിടിക്കാതെ പോകും. സ്തോത്രം. ഇന്ന് ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൻ്റെ കൂട്ടാളിയെ ചേർത്ത് പിടിച്ച് നിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കാൻ നീ തയ്യാറായാലുണ്ടല്ലോ, നീയും നിൻ്റെ കുടുംബവും നിൻ്റെ കുഞ്ഞുങ്ങളും ഒരിക്കലും ഭൂമിയിൽ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം സകലവും സർവവും തന്ന കർത്താവ് നിന്നെ ഭൂമിയിലാക്കി വെച്ചത്. പക്ഷേ ആ തന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, അവരെ ഇവരെ നോക്കി, അവിടെ ഇവിടെ നോക്കി, അതും ഇതും ഹൃദയത്തിനകത്ത് കണ്ട് സ്വരൂപിച്ച് വെച്ചിട്ട് ദൈവത്തെ മറന്നുപോയാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നേടാൻ കഴിയത്തില്ല. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സ്വത്രം, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം 128 അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ ഇരിക്കും. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സ്വത്രം മുന്തിരി വള്ളി ചൊറിയണത്തിൻ്റെ അനുഭവമായി മാറുന്ന എപ്പോഴാണെന്നറിയാമോ? സ്വത്രം. ദ്രവ്യാഗ്രഹം നിൻ്റെ അകത്ത് കയറുമ്പോഴാ. സകലതും തന്നു നിറച്ച ദൈവത്തിന് ഇനിയും തരാൻ കഴിയുമെന്ന് കുഞ്ഞെ നീ വിശ്വസിച്ചിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ കൂട്ടാളിയിലൂടെ നിനക്ക് തരാനിരിക്കുന്ന നന്മ വലുതാ. പക്ഷേ ആ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കാതെ ലോകത്തിൽ കിട്ടുന്ന മുക്കാച്ചക്രത്തിൻ്റെ പുറകെ നീ പോയാലുണ്ടല്ലോ, അത് നിനക്ക് കിട്ടും, പക്ഷേ നിനക്കത് തികയാതെ വരും. അങ്ങനെ വരുമ്പോൾ നിൻ്റെ വീടിനകത്ത് സ്വസ്ഥതയ്ക്ക് പകരം അസ്വസ്ഥത തളം കെട്ടി നിൽക്കും. സ്വത്രം. അസ്വസ്ഥത തളം കെട്ടി നിന്നാൽ വീടിനകത്ത് സന്തോഷമുണ്ടാകത്തില്ല. സ്വത്രം. കൂട്ട അടിയേ നടക്കത്തുള്ളൂ. പിശാചിൻ്റെ പരിപാടി നോക്കണേ. സ്വത്രം. നമ്മുടെ അപ്പനും അമ്മയും ചേർന്ന് സ്വത്രം നല്ലൊരു തുണയാണ് ചേർത്ത് തൻ്റെ മകന് കൊടുത്തത്. നല്ലൊരു തുണയാണ് തൻ്റെ മകൾക്ക് കൊടുത്തത്. അപ്പോൾ അപ്പനൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ മോള് ഭാഗ്യം ചെയ്തവളാണ്. അമ്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ മോൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. പക്ഷേ എവിടെയാണ് ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതെന്നറിയാമോ? കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് നല്ല ഉപദേശമായ സുവിശേഷം അവരുടെ കാതുകളിൽ പറഞ്ഞു കൊടുക്കാതെ അവരെ ഇഷ്ടത്തിന് വിട്ടു. സ്വത്രം. എന്നാൽ ആര് ഈ പുസ്തകം ചുമന്നിട്ടുണ്ടോ, ഈ പുസ്തകത്തെ ചേർത്ത് പിടിച്ച് രാത്രിയുടെ യാമങ്ങളെ കൈയോട് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ കുടുംബമോ ആ തലമുറയോ അവരുടെ മക്കളോ നഷ്ടപ്പെട്ടു പോയ ചരിത്രം ഇന്ന് വരെ ലോകചരിത്രത്തിലില്ല. സ്വത്രം. ദൈവത്തിൽ ആശ്രയിച്ച് നിന്നവരാരും ഭൂമിയിൽ തകർന്നു പോയ ചരിത്രമില്ല. അവർ ഒരു കാലത്ത് തകർന്നാലും പിന്നത്തെ 1000 മടങ്ങ് നന്മയോടെ അവർ പുറത്തു വന്ന ചരിത്രമേ ഇന്ന് വരെയും വിശുദ്ധ തിരുവെഴുത്തിലും ജീവിതത്തിലും ഞാൻ കണ്ടിട്ടുള്ളൂ. സ്തോത്രം. സാത്താൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. സ്വത്രം.
ആരാ പറഞ്ഞത്? ഇത് നട്ടതിൻ്റെ പിന്നിൽ ലക്ഷ്യം നിനക്കറിയാമോ? എനിക്കറിയത്തില്ല. സ്വത്രം. ഇത് തിന്നുന്ന നാളിലേ നിൻ്റെ കണ്ണ് തുറക്കും. നിൻ്റെ ദൈവത്തെ പോലെ നീയും ആവും. ദൈവത്തെ പോലെ അല്ലേ നിന്നെ സൃഷ്ടിച്ചത്, അല്ലയോ? പിന്നെന്താ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞവനെ ഇളക്കിയത്? പിയായിനറിയാം നിന്നെ ഇളക്കിയാ നീ ഇളവുമെന്ന്. സ്വത്രം. നിന്നെ ഒന്ന് പൊക്കിയാ നീ പൊങ്ങുമെന്ന് പിയാജിനറിയാം. അതുകൊണ്ടാണ് നിന്നെ പൊക്കുന്നത്. സാരി കൊള്ളത്തില്ലെങ്കിലും പറയും, അമ്മാമ്മ സൂപ്പർ, അമ്മാമ്മയുടെ സാരി. സ്വത്രം. തേഞ്ഞ് ചേഞ്ഞ് ചെരുപ്പിനകത്ത് ഓട്ട വീണാലും പറയും സൂപ്പർ ഫാഷനാണെന്ന് പറയും. സ്വത്രം. ഇനി മുടി താഴെ വരെ വളർന്നു കിടന്നാലും പറയും ഐശ്വര്യ റായ് വെട്ടിയിരിക്കുന്ന പോലെ നീ വെട്ടിയാ നീ സൂപ്പറാണെന്ന് പറയും. സ്വത്രം. ഇനി നല്ല ചേലുള്ള മുഖമാ. സ്വത്രം. കാണാൻ സൗന്ദര്യമുള്ള മുഖമാ, ശോഭയുള്ള മുഖമാ, ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖമാ. പിയായി പറയും 2 കൊമ്പും കുറച്ച് പേസ്റ്റും കൂടെ അടിച്ചാ നീ സൂപ്പറാ. അപ്പം ഇത് കേൾക്കുമ്പം അമ്മാമ്മ എല്ലാം മറക്കും. കാരണം ഇന്നലെ വരെ കൂടെ നടന്ന ആദം പറഞ്ഞില്ല ഔവ സൂപ്പറാണെന്ന്. സ്വത്രം. ഇന്നലെ വരെ തനിക്ക് വേണ്ടതെല്ലാം കൊടുത്തു തന്നെ ചേർത്ത് പിടിച്ച് താൻ കരഞ്ഞപ്പോൾ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് കരയണ്ടെന്ന് പറഞ്ഞ ആദം പറഞ്ഞില്ല ഹൗവ സൂപ്പറാണെന്ന്. ഏദൻ തോട്ടത്തിന് വെളിയിൽ നിൽക്കുന്ന പ്യായി പറഞ്ഞു നീ സൂപ്പറാണെന്ന്. അത് കേട്ടപ്പോൾ ഉള്ള മുടി മുറിച്ച്, സ്വത്രം, ആവശ്യമില്ലാത്ത കോലവും വരച്ച്, അവിടെ ഇവിടെ ഓട്ടയില്ലാത്ത ഓട്ട ഉണ്ടാക്കി ചിലത് കുത്തി ഞാത്തി. ഇപ്പം ചിന്ത എന്താണെന്നറിയാമോ? എന്നെപ്പോലെ സൗന്ദര്യമുള്ള വേറെ ആരുമില്ലെന്ന്. ഭൂതത്തിന് പിന്നെയും സൗന്ദര്യമുണ്ട്, നിനക്ക് ആ സൗന്ദര്യം പോലും ഇല്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം. നമ്മളൊരു കാര്യം കൂടെ അതിന് കൂട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വത്രം. നമ്മൾ ഈ കല്യാണപ്പെണ്ണിനെ ഒരുക്കാറുണ്ടല്ലോ. സ്വത്രം. എന്തെല്ലാം സാധനങ്ങൾ വില കൊടുത്തു വാങ്ങിച്ച് ഈ തലയിൽ വെച്ച് കെട്ടി മുഖത്ത് വാരി തേച്ച്, സ്വത്രം, അത്ര മനോഹരമായിട്ടല്ലേ ഒരുക്കുന്നത്. ആ മനോഹാരിത കാണുമ്പോൾ ആരാ ഇഷ്ടപ്പെടാത്തത്? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, തൻ്റെ പ്രിയനു വേണ്ടി ഒരുക്കിയ കാന്ത സ്വത്രം എത്ര ശോഭാപൂർണയാണ്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ ഒരുക്കിയ ഒരുക്കം എത്ര മണിക്കൂറത്തേക്ക് ഉള്ളെന്നറിയാമോ? സ്വത്രം. വെറും 2.5 മണിക്കൂറത്തേക്കേ ഉള്ളൂ. സ്വത്രം. അത് കഴിയുമ്പോൾ പഴയ രൂപത്തിൽ നാം പുറത്തു വരും. അതുകൊണ്ട് ഈ ഒരുക്കുന്ന സ്വത്രം, ഈ വസ്തുവകകളിലും സ്തോത്രം, കൃത്രിമമായി ഉണ്ടാക്കുന്ന സൗന്ദര്യത്തിലുമല്ല നീ ആശ്രയിക്കേണ്ടത്. നിന്നെ ജീവനോടെ ഭൂമിയുടെ മുകൾപ്പരപ്പിൽ ഇന്നയോളം ശേഷിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടുന്ന തക്ക സമയത്ത് ഒരുക്കി തന്ന നിന്റെ അപ്പനിലും അമ്മയിലും നീ വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. എൻ്റെ അപ്പനും അമ്മയും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് നീ പറ. അവരാണ് എൻ്റെ സകലത്തിനും വഴികാട്ടിയെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്. സ്വത്രം. ദൈവം നിൻ്റെ കൂടെ നിൽക്കും. സ്വത്രം. പക്ഷേ സൂപ്പറാണെന്ന് പറയാൻ ആദമിന് സമയമുണ്ടായില്ല, സ്വത്രം പ്യായിന് സമയമുണ്ടായി. കാരണം അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ആദമിന് ഒത്തിരി ജോലിയുണ്ട്. സ്വത്രം. കാരണം തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം, യേശുവപ്പം വരുമ്പം കൂടെ നടക്കണം. യേശുവപ്പം വരുന്നതിന് മുമ്പ് ജോലി എല്ലാം ഒതുക്കിയാൽ മാത്രമേ സയന്തിയുടെ യാമത്തിൽ യേശപ്പൻ്റെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഒരുക്കവും തിടുക്കവും വെപ്രാളവും ബദ്ധപ്പാടും ഒക്കെ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി തൻ്റെ വേല തികയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആദാമിനെ മറന്നിട്ട് ഹൗവ സാത്താൻ്റെ വാക്ക് കേട്ടത് കൊണ്ട് ആ ആദമ കൂടി ശപിക്കപ്പെട്ടു. സ്വത്രം. ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വത്രം, ഒന്നിനെയും ന്യായം വിധിക്കാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ കണ്ണിന് കാണുന്ന പറയാതിരിക്കാനും നിവർത്തിയില്ല. സ്വത്രം. നേരം പ്രഭാതമാകുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് തൻ്റെ കൂട്ടാളിക്കും തലമുറയ്ക്കും വേണ്ടി മുഴങ്കാലിൽ നിന്ന് കരയുന്ന എത്ര അമ്മച്ചിമാരുണ്ടെന്ന് നമ്മുടെ നടുവിൽ. സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, അവരെ നല്ല നാളെ ഓർത്ത്, അവരെ നല്ല ഭാവി ഓർത്ത് ഉപവസിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ നടുവിലുണ്ട്. സ്വത്രം.
സ്തോത്രം. നാം തിരിച്ചറിയണം സഹോദരങ്ങളെ, ഒരു കാലത്ത് 10-12 മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അപ്പനും അമ്മയും കുത്തിയിരുന്ന് ദൈവസന്നിധി കരഞ്ഞതുകൊണ്ട് ആ തലമുറയൊന്നും പട്ടുപോയില്ല. അവരാരും ചെറ്റക്കുള്ളിൽ അവസാനം കിടന്ന് മരിക്കേണ്ടി വന്നിട്ടില്ല. അവരാരും നടന്ന് തളർന്ന് വഴിയിൽ വീണ് ചാകേണ്ടി വന്നിട്ടില്ല. അവരെയെല്ലാം സർവശക്തനായ ദൈവം ഉയർത്തിയത് അവൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥന ചെന്നതുകൊണ്ടാണ്. സ്തോത്രം. എന്നാൽ ഇന്നോ വീട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ അമ്മമാർക്ക് സമയമില്ല. അപ്പന്മാർ രാവിലെ തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യ എന്നോർത്തു വീട് വിട്ട് കയ്യിൽ കിട്ടുന്ന തൂമ്പായും കുന്താലിയും എടുത്തുകൊണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി ഓടുകയാ. സ്തോത്രം. വെള്ളം കുടിക്കാറില്ല. ഒരു നല്ല ചായ കുടിക്കണം തോന്നിയാലും ഒടുവിൽ ഓർമ്മ വരും, എൻ്റെ മക്കൾ എന്ത് ചെയ്യും? ഞാനിത് കൊടുത്ത് ചായ കുടിച്ചാൽ എൻ്റെ മക്കൾ എന്ത് കഴിക്കും, എന്ത് കുടിക്കുമെന്നോർത്ത് ആ അപ്പൻ ചായ കുടിക്കത്തില്ല. ആ അപ്പൻ 10 പൈസ ചെലവാക്കത്തില്ല. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നോർക്കുമ്പോൾ ഒന്നും ചെലവാക്കാൻ തോന്നത്തില്ല. ആ അപ്പൻ പറഞ്ഞിട്ട് പോകും, മക്കളെ ഒരുക്കി സ്കൂളിൽ വിടണം, അവർക്ക് വേണ്ടുന്ന നേരത്തിനും കാലത്തിനും വെച്ചു കൊടുക്കണം. ആ കോഴിയൊക്കെ വല്ലവരുടെയും പറമ്പിൽ കയറി സ്തോത്രം അവരുടെ വിള തിന്നു മുടിച്ചിട്ട് അവരോട് വഴക്കുണ്ടാക്കാൻ ഇടയാതെ നീ സൂക്ഷിച്ചോണം. ആരാ പറയുന്നത്? അപ്പം പറയുക. സ്തോത്രം. അമ്മാമ്മയോ, കോഴി എങ്ങോട്ടോ പോട്ടെ, മക്കൾ എങ്ങോട്ടോ പോട്ടെ, ഞാൻ തൊഴിലുറപ്പിന് പോവുക. സ്തോത്രം. ഞാൻ തൊഴിലുറപ്പിന് പോവുക. സ്തോത്രം. ഒടുവിൽ സംഭവിക്കുന്ന എന്തെന്നറിയാമോ? ഹവ്വയും ആദമും കരഞ്ഞതുപോലെ കരയേണ്ടി വരും. സ്തോത്രം. സത്യമാ സഹോദരങ്ങളെ ഈ പറയുന്നത്? സ്തോത്രം. മക്കളെ തന്നത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, വീടും വസ്തുവും തന്നത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, മൃഗസമ്പത്തിനെ ദൈവമാണ് തന്നെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ നിന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത് സൂക്ഷിക്കും. നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാൽ ദൈവം അതിനെ കാക്കും. ആർക്കും അതിനെ വിട്ടുകൊടുക്കത്തില്ല. അതിനൊന്നിനും ഒരു കുറവും സംഭവിക്കത്തില്ല. സ്തോത്രം. ഇങ്ങനെ ജീവിച്ച് മാതൃക കാണിച്ച ഒരു പറ്റം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ജീവിച്ച ലോകത്തിലാണ് നീ ഞാനും ജീവിക്കുന്നത്. പക്ഷെ കാലം മാറിയപ്പം കാലത്തിനനുസരിച്ച് നിന്റെ കോലം മാറി. അങ്ങനെ മാറിയപ്പം നീ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവകോപം വരുമാർ പിശാച് നിന്നെ കയ്യിലെടുത്തു. സ്തോത്രം. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നീ കാതുപൊത്തും. പിശാച് കിടന്ന് കോലം കെട്ടുന്ന കണ്ടാൽ നീ അതിന് ചെവി കൊടുക്കും. എന്ത് സംഭവിച്ചു? അവർ ദൈവകോപത്തിന് ഇരയായി തീർന്നു. അവർ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു. അവർ സമൃദ്ധിയായി കഴിഞ്ഞിരുന്ന ആ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായി. ഇപ്പം പുറത്ത് കടന്ന് അയ്യം വിളിക്കുക. സ്തോത്രം. എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. സ്വത്രം. സർവശക്തനായ ദൈവം തൻ്റെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടം കണ്ടപ്പോൾ അവരോട് ദയ തോന്നി. സ്വത്രം. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ദൈവം താൻ ഉരുവാക്കിയ തൻ്റെ മക്കൾ കഷ്ടത അനുഭവിക്കുന്നത് കണ്ടാൽ അടങ്ങിയിരിക്കത്തില്ല. പക്ഷെ മടങ്ങി വന്നാൽ അനുഗ്രഹമാ. മറുതലിച്ചകന്നു പോയാൽ നിൻ്റെ ജീവിതം ഏറ്റവും വലിയ അഗാധ കൂപത്തിൽ ചെന്ന് തകർന്നു പോകുവാനിടയായി തീരും. തങ്ങൾക്ക് പറ്റിയ തെറ്റിനെ ഓർത്ത് അവർ അനുതപിച്ചപ്പോൾ, സ്വത്രം, ഇന്ന് പകൽക്കാലം പറയട്ടെ, ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ പരാജയമാണെന്ന് ദൈവത്തിന് സമ്മതിക്കാൻ തയ്യാറാകുകയെ. ജീവിതത്തിൽ നേടുവാൻ കഴിയാതെ പോയത് നിന്റെ ബലഹീനത കൊണ്ടാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കി ദൈവസനെ നിന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടം കണ്ടിട്ട് നീ കടന്ന് വല്ലാതെ ബന്ധപ്പെടുമ്പോൾ, എൻ്റെ ദൈവമാണ് എനിക്ക് മക്കളെ തന്നത്, ദൈവമേ എന്നോട് പുറത്തെൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നീയൊന്ന് ദൈവസന്നിധി പറഞ്ഞു നോക്ക്. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് രോഗം കൊണ്ടിട്ട് പിശാച് തൻ്റെ തേർവാഴ്ച നടത്തുമ്പോൾ, സ്തോത്രം കുഞ്ഞെ, നീ ലോകത്തിലേക്കല്ല ഓടേണ്ടത്, ലോകവൈദ്യൻ്റെ അടുക്കലല്ല ഓടേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാല് മടക്കി ഉപവാസത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്ക്. സർവശക്തനായ ദൈവം രോഗത്തെ എടുത്തു മാറ്റും. നിന്റെ ഭവനത്തിൻ്റെ പട്ടിണിയെ എടുത്തു മാറ്റും. നിന്റെ ഭവനത്തിൻ്റെ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെ ഓടിച്ച് നിനക്കൊരു ജയം തന്ന് സന്തോഷത്തോടെ നിന്നെ കരം പിടിച്ച് നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയാവനാ. അതുകൊണ്ട് ആ കുഴഞ്ഞ ചേറ്റിക്കിടന്ന നിന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ നിനക്കൊരു അനുഗ്രഹമാ, നീ ഒരു മറ്റുള്ളവർക്ക് അനുഗ്രഹമാന്ന്. സ്വത്രം. എത്ര നാളുകൊണ്ട് നമ്മൾ കേൾക്കുകയാ.
എത്ര നാളുകൊണ്ട് നമ്മൾ കാണുകയാ. ഇപ്പോഴെങ്കിലും ഒന്ന് മനം തിരിഞ്ഞ് ഈ ലോകത്തിൽ ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ് നീ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തു നോക്ക്. നീ ആഗ്രഹിക്കുന്നതിലും 1000 മടങ്ങ് ഉയർച്ച സർവശക്തനായ ദൈവം നിനക്കും നിൻ്റെ സന്തതിക്കും തരും. കാലം വൈകിട്ടില്ല കുഞ്ഞെ. ഒരു പാട്ടുകാരങ്ങനെ പാടി, കാലങ്ങൾ ഇനിയും ഏറെയില്ല, പ്രിയൻ്റെ വീട്ടിൽ പോയിടുവാൻ. സ്തോത്രം. കാലങ്ങളില്ല കുഞ്ഞെ. ആ കാലങ്ങൾ തീരുന്നതിന് മുമ്പ് നിന്നോട് സർവശക്തനായ ദൈവം ചെയ്ത വാഗ്ദത്തം അത് നിന്നിൽ നിവർത്തിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് അത് പ്രകാരം ദൈവസന്നിധിയിൽ നിൽക്കാൻ ശ്രമിക്കുക. സ്തോത്രം. എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 13 വരെ വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും, നമുക്ക് പോരാട്ടമുള്ളത്. സ്തോത്രം. ഈ ലോകത്തിലെ മനുഷ്യരോടല്ല, അവനെ തെറ്റിക്കുന്ന സ്തോത്രം പിശാചിനോടത്രേ. ഒന്ന് വായിക്കാം, എടുത്തോ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും, അവിടെ കൈവച്ചോണേ. സ്തോത്രം. എപ്പോഴാ നീ തകർന്നു, ഇനി നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നിനക്ക് തോന്നുന്ന സമയം, ഇനി നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇനി നിന്റെ മുമ്പിൽ ഒരു വഴിയും തുറക്കപ്പെടുവാനില്ല, ഇനി നിന്നെ സഹായിപ്പാൻ ആരും വരത്തില്ലെന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് നീ ദൈവത്തോട് പറഞ്ഞാൽ മതി. സ്തോത്രം. അങ്ങനെ വരുന്നതിന് മുമ്പ് നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച നേരിടാൻ ഇടവരത്തില്ല. എന്നാൽ തകർന്നു പോയ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ മാറ്റപ്പെടും. സ്തോത്രം. വായിച്ചോ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ. സ്തോത്രം. സുന്ദരിയാകും, ദൈവത്തെ പോലെയാകും, ഇത് തിന്നാ മതി, നിനക്ക് ഒരു കുറവും വരത്തില്ലെന്ന് പറഞ്ഞ സഹോദരിക്ക് സകലതും നഷ്ടപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് ഇതുട്ടപ്പിയായി പറയുന്ന കേട്ടിട്ട് നീ ദൈവത്തെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ, ലോകത്തിൽ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ, ആ നേടിയതെല്ലാം നിനക്ക് കണിയും കെണിയും കുടുക്കുമായി നിൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ നിനക്ക് മുന്നേറാൻ കഴിയാതെ നീ തളർന്നു വീഴും. സ്വത്രം. സകലതും ഉണ്ടായിട്ടും, സകല നന്മയും കയ്യിൽ വ്യാപാരം ചെയ്തിട്ടും, സകലതും നഷ്ടപ്പെട്ടിട്ട് ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ, പന്നിയുടെ വാളവരെ തിന്ന് വയർ നിറയ്ക്കാൻ ശ്രമിച്ചവൻ അതുപോലും ലഭിക്കാതെ തകർന്നവനായി തളർന്നവനായി കിടക്കുമ്പോൾ അവൻ ഓർത്തത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ധാരാളമുണ്ടെന്ന്. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൽ അപ്പൻ നിന്നെ വിളിച്ചത് നിന്നെ പട്ടിണിക്കിടാനല്ല. സ്വർഗത്തിൽ അപ്പൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ മക്കൾ അലഞ്ഞു നടക്കുന്ന കാണാനല്ല. സ്തോത്രം. നിന്നെ ദൈവം വിളിച്ചത് നിന്റെ കൂട്ടാളി ഒന്നുമില്ലാത്തവനെ മറ്റുള്ളവരുടെ കരം നീട്ടിക്കുന്നത് കാണിക്കാനല്ല വിളിച്ചത്. പിന്നെയോ സകലത്തിനും സർവ്വത്തിനും നിറവുള്ളവനാക്കി നിന്നെ ഉയർത്താനാണ് എൻ്റെ കർത്താവ് വിളിച്ചത്. അങ്ങനെ ആ കേൾക്കുന്ന ആ ശബ്ദത്തിന് നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്ക്. അടിയനിതാ, അടിയനോട് അരുളി ചെയ്യണമേ എന്ന് സ്തോത്ര ദാനിയേൽ പറഞ്ഞതുപോലെ സ്വത്രം ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് കീഴ്പ്പെടാൻ ശ്രമിക്കും കുഞ്ഞെ. നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കും. അടുത്ത വായിക്കാം. ദൈവത്തിൻ്റെ സർവായുധ വർഗം. സ്വത്രം. ദൈവത്തിൻ്റെ സർവായുധ വർഗം നീ ധരിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 5ഉം 6ഉം കൂടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 5ഉം 6ഉം വാക്യം. സ്വത്രം, 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 സ്വത്രം. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല കുഞ്ഞെ. ദൈവം നിന്നെ തിരഞ്ഞെടുത്താക്കി വെച്ചെടുത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ തോറ്റുപോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പിശാചും നിന്നെ തകർക്കുവാൻ നിന്നെ വിട്ടു കൊടുക്കത്തുമില്ല. നിനക്ക് ചുറ്റും സ്വർഗീയ ദൂതന്മാരുടെ കാവലുണ്ടാകും. വായിക്കാം. എഫെസ്യർക്ക് ലേഖനം സ്വത്രം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 5-6 വാക്യം. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 5-6 വാക്യം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? സ്വത്രം. എബ്രായർക്ക് ലേഖനം കണ്ടില്ലയോ? സ്വത്രം. പുസ്തകത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. സ്വത്രം. വായിക്കുക. സ്വത്രം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം സ്വത്രം അതിൻ്റെ 5-6 വാക്യം ഇല്ലയോ? സ്വത്രം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ നടപ്പ്, സ്തോത്രം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം. വായിക്ക്. സ്തോത്രം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ നടക്കുമ്പോൾ അത്യാഗ്രഹം പാടില്ല, ദ്രവ്യാഗ്രഹം പാടില്ല. ദ്രവ്യം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തരും. നിങ്ങൾ ആശ്രയിച്ച ദൈവം നിങ്ങളെ മറന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിട്ടായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. സ്വത്രം. പണ്ടൊരു അപ്പച്ചൻ ഇങ്ങനെ ഒരു തമാശ രൂപേണ പറഞ്ഞു, തന്ന് തിന്നിടുമ്പം പിന്നെയും ദൈവം തന്നിടും. സ്വത്രം. കേട്ടിട്ടില്ലേ? അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ തിന്നാനുള്ള ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ. തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ വാരിക്കൂട്ടിട്ട് എന്ത് ലാഭം? സ്വത്രം. അത് വെറുതെ ആശുപത്രി കൊടുത്ത് എരിഞ്ഞ് ചാവാനാ നിൻ്റെ വിധിയെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കണ്ട. അതല്ല, ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം തരുന്ന നന്മ അനുഭവിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നാളേക്ക് മാറ്റിവെച്ച് സമ്പാദിച്ച് പലതും വെട്ടിപ്പിടിക്കാമെന്ന് ആഗ്രഹിച്ചാൽ, സ്വത്രം, കഴിഞ്ഞൊരു ദിവസം പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ്, എത്രയോ കോടി രൂപ ബാങ്കിനകത്തിരുന്ന് ചതലടിച്ചു പോയെന്ന്. സ്വത്രം. അതാരുടെ പൈസയാണെന്ന് അറിയത്തില്ല, പക്ഷേ ബാങ്ക് മാനേജരായിരുന്നു. അന്നേരം അയാൾ പുറമോട്ട് വീണ് ചത്തേനെ. സ്വത്രം. നാം തിരിച്ചറിയണം. സ്വത്രം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. അടുത്ത പിന്നെ പറഞ്ഞ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. സ്വത്രം. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. പാപത്തിനകപ്പെട്ടു പോയ ശാപഗ്രസ്തരായ ആദമിനെയും ഹവ്വയും വീണ്ടെടുക്കുവാൻ സ്വർഗലോകം വിടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശു കർത്താവ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, നിനക്കസാധ്യമെന്ന് തോന്നുന്നത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ സത്യമാക്കി തരാം. കുറഞ്ഞുവെന്ന് കാണുമ്പോൾ ഞാൻ അടുക്കലേക്ക് കടന്നു വന്ന് നിറച്ച് തരാം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ നിൻ്റെ സമസ്ത വിഷയങ്ങളെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നിൻ്റെ കുഞ്ഞിനെ ഓർത്താണ് നീ കരയുന്ന, ഒരു നല്ല ഭാവി ഓർത്താണ് നീ കരയുന്നെങ്കിൽ ഒരു ശുഭഭാവി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിൻ്റെ കൂട്ടാളിയുടെ അവസ്ഥ ഓർത്താണ് മുൻപോട്ട് കടന്നു പോകാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ട് നിൻ്റെ കൂട്ടാളി ഇരിക്കുന്നെങ്കിൽ, രോഗിയായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ, ആ വിഷയം നീ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് പറ. സർവശക്തൻ അതിനൊരു പരിഹാരം തരും. നിൻ്റെ ഭവനത്തിൻ്റെ ദുസ്ഥിതി ഓർത്താണോ, നിൻ്റെ ഭവനത്തിൻ്റെ കലവറുടെ ശൂന്യത ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? ലോകത്തിലല്ല നീ അറിയിക്കേണ്ടത്. സർവശക്തനായ ദൈവത്തോട് പറ, ഈ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമേ എന്ന്. നാളെയെക്കുറിച്ച് ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? കുഞ്ഞ്, നാളെയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട. നാളെ നിനക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ കർത്താവ് ഇന്നേ മതിയായവനാ. വിശ്വസിക്കുക കുഞ്ഞ്, ലോകത്തിൽ ആർക്കും ചെയ്തു തരാൻ കഴിയാത്ത സന്തോഷവും നന്മയും അനുഗ്രഹങ്ങളും തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ലോകം പറയുന്നത് അല്പനിമിഷം കൊണ്ട്, അല്പനേരം കൊണ്ട്, അല്പ ദിവസം കൊണ്ട് തീർന്നു പോകുന്നതാ. എന്നാൽ ദൈവം നിന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിത അവസാനം വരെയും, നിത്യതയിൽ നീ എത്തിച്ചേരുന്ന കാലം വരെയും ഒന്നിനും മുട്ടുകൂടാതെ അന്ത്യത്തോളം നിന്നെ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതാകാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആ സാക്ഷികളോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ലോകം ഞങ്ങളെ അംഗീകരിച്ചിരുന്നില്ല, ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ വന്നിരുന്നില്ല, ഞങ്ങളുടെ സ്നേഹിതർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, അനാഥരെ പോലെ അലയേണ്ടി വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചൊരു കർത്താവ് ഞങ്ങളെ ഉയർത്തിയെന്ന്. സ്തോത്രം. ഉയർത്തിയവർ പറയുന്നൊരു കാര്യമുണ്ട്, മറ്റൊരുത്തൻ രക്ഷയില്ല, യേശുവിലല്ലാതെ, അവൻ്റെ വചനത്തിലല്ലാതെ രക്ഷ പ്രാപിപ്പാൻ വേറൊരു നാമമില്ലെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന കൂടപ്പിറപ്പുകളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ലോകത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത ഒരു വലിയ നീതി എൻ്റെ യേശുപ്പൻ്റെ സന്നിധിയിലുണ്ട്. എൻ്റെ യേശുപ്പൻ്റെ കരത്തിൽ
സകലത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ ഞാൻ തോറ്റുപോയി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ശുഭഭാവി എനിക്ക് നേടുവാൻ കഴിഞ്ഞില്ല. ഈ തോൽവിയിൽ നിന്ന് എന്നെ വിജയത്തിലേക്കൊന്ന് നടത്തുവാൻ നിൻ്റെ കരം നീട്ടി എന്നെ ഒന്ന് തൊടണമെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുക, നീ തോറ്റു പോകത്തില്ല. സകലത്തിനും സർവ്വത്തിനും വിജയിച്ചവനായി നീ പുറത്തു വരും. ലോകം അത് കണ്ട് നിൻ്റെ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ നിന്നോട് കൂടെ വരും. എനിക്കും ആ ദൈവത്തിൻ്റെ മഹത്വം കാണണം. അത് ഞാൻ കാണും എന്ന് വിശ്വസിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വത്രം. അവനൊരു നാളും തള്ളിക്കളയുകയില്ല. നാം അവനെ വിട്ടേച്ച് പോയാലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ വരും. സ്വത്രം. ആ കർത്താവിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടേണ്ടതിന് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.